കറണ്ട് അഫയേഴ്സ് സെപ്റ്റംബർ 11, 2025. ഒന്നാമത്തെ ചോദ്യം, 2025 സെപ്റ്റംബറിൽ നാസയിൽ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? ഉത്തരം അമിത് ക്ഷത്രിയ. നാസയിലെ മുൻ റോബോട്ടിക്സ്, എക്സ്പ്ലോറേഷൻ, മിഷൻ മാനേജ്മെന്റ് മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അമിത് ക്ഷത്രിയ. നാസ ആർട്ടമിസ് പ്രോഗ്രാം ഉൾപ്പെടെ പല പ്രധാന പദ്ധതികളിലും അമിത് ക്ഷത്രിയ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ 32 ബിറ്റ് പ്രോസസർ ചിപ്പിന്റെ പേരെന്താണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ 32 ബിറ്റ് പ്രോസസർ ചിപ്പിന്റെ പേരെന്താണ്? ഉത്തരം വിക്രം 32 ബിറ്റ്. ഈ ചിപ്പ് വികസിപ്പിച്ചത് ISROയുടെ കീഴിലുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്ററും ചണ്ഡീഗഡിലെ സെമി കണ്ടക്ടർ ലബോറട്ടറിയും ചേർന്നാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയോടുള്ള ആദര സൂചകമായാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. റോക്കറ്റുകളുടെയും ഉപഗ്രഹങ്ങളുടെയും ഗതി നിർണയം, നിയന്ത്രണം, ആശയവിനിമയം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുക. അടുത്ത ചോദ്യം, ടാക്സ് ഓൺ ഇന്ത്യ ഓൺലൈനിന്റെ നാഷണൽ ടാക്സേഷൻ അവാർഡ് 2025 റീഫോമിസ്റ്റ് സ്റ്റേറ്റ് വിഭാഗത്തിൽ വെള്ളി നേടിയ സംസ്ഥാനമാണ് കേരളം. ടാക്സ് ഓൺ ഓൺലൈനിന്റെ നാഷണൽ ടാക്സേഷൻ അവാർഡ് 2025 റീഫോമിസ്റ്റ് സ്റ്റേറ്റ് വിഭാഗത്തിൽ വെള്ളി നേടിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. നാലാമത്തെ ചോദ്യം, 480 വർഷങ്ങൾക്ക് മുൻപ് നാസികൾ കവർന്ന ഗിസപ്പെ ഗിസ്ലാൻഡിയുടെ ചിത്രം കണ്ടെത്തപ്പെട്ട രാജ്യം അർജന്റീനയാണ്. ഏതാണ്? അർജന്റീന. ഗിസപ്പെ ഗിസ്ലാൻഡ് 17ാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ ചിത്രകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ചിത്രം കണ്ടെത്തപ്പെട്ട രാജ്യം ഏതാണ്? അർജന്റീനയാണ്. 480 വർഷങ്ങൾക്ക് മുൻപുള്ള ചിത്രമാണ് കണ്ടെത്തിയത്. 2025 അടുത്ത ചോദ്യമാണ്, 2025 ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള മൈത്രി സംയുക്ത സൈനിക അഭ്യാസം നടന്നത് എവിടെയാണ്? 2025 ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമായ മൈത്രി നടന്നത് എവിടെയാണ്? ഉത്തരം മേഘാലയയിലെ ഉംറോയിലാണ് നടന്നത്. മൈത്രി സംയുക്ത സൈനിക അഭ്യാസം നടന്നത്. മൈത്രി സൈനിക അഭ്യാസം ആരംഭിച്ചത് എന്നാണ്? 2006 ആരംഭിക്കുന്നത്. 2025 നടന്നത്. ഈ സൈനിക അഭ്യാസത്തിന്റെ 14ാം പതിപ്പായിരുന്നു. 14ാം പതിപ്പാണ് 2025 നടന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ പ്രകാരമുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ വൈദഗ്ധ്യം നേടുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബറിൽ ഫ്രാൻസ് പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ്? ഉത്തരം സെബാസ്റ്റ്യൻ ലെക്കോർണു ആണ്. 2025 സെപ്റ്റംബറിൽ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് സെബാസ്റ്റ്യൻ ലെക്കോർണു ആണ്. സെബാസ്റ്റ്യൻ ലെക്കോർണു ഫ്രാൻസ് പ്രതിരോധ മന്ത്രിയായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഫ്രാൻസിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലാണ് പുതിയ നിയമനം നടന്നത്. ഏഴാമത്തെ ചോദ്യം, 2025 സെപ്റ്റംബറിൽ ദൃശ്യമായ ചന്ദ്രഗ്രഹണം ഏതാണ്? ഉത്തരം രക്തചന്ദ്രഗ്രഹണം. എന്താണ്? രക്തചന്ദ്രഗ്രഹണം. 2025 സെപ്റ്റംബറിൽ ദൃശ്യമായ ചന്ദ്രഗ്രഹണം ഏതാണ്? രക്തചന്ദ്രഗ്രഹണമാണ് നടന്നത്. ചന്ദ്രൻ ചുവപ്പ് നിറത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിനാൽ രക്തചന്ദ്രഗ്രഹണം എന്ന് വിളിക്കുന്നു. ചന്ദ്രൻ ചുവപ്പ് നിറത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിനാൽ രക്തചന്ദ്രഗ്രഹണം എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ നിഴൽ പൂർണ്ണമായും ചന്ദ്രനെ മറയ്ക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസം സംഭവിക്കുന്നത്. ഭൂമിയുടെ നിഴല് പൂർണ്ണമായും ചന്ദ്രനെ മറയ്ക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസം നടക്കുന്നത്. അടുത്ത ചോദ്യം, അടുത്തിടെ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കാട്ടുചോല തുമ്പി വർഗം ഏതാണ്? അടുത്തിടെ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കാട്ടുചോല തുമ്പി വർഗം ഏതാണ്? ഉത്തരം ക്രോക്കോതെമിസ് എറിത്രിയ എന്ന് പറയുന്നതാണ് വർഗം. കാട്ടുചോല തുമ്പി വർഗം സാധാരണയായി സ്കാർലറ്റ് ഡാർട്ടർ അല്ലെങ്കിൽ ബ്രോഡ് സ്കാർലറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻഡ്രോമിക്സ് വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് റഷ്യ. ഏതാണ്? റഷ്യ. വാക്സിൻ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തി ക്യാൻസർ കോശങ്ങളെ നേരിടാൻ സഹായിക്കുന്നു.
10ാമത്തെ ചോദ്യം, വേൾഡ് യൂത്ത് സ്ക്രാമ്പിൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? വേൾഡ് യൂത്ത് സ്ക്രാമ്പിൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ഉത്തരം മാധവ് ഗോപാൽ കാമത്ത്. മാധവ് ഗോപാൽ കാമത്ത്. കറണ്ട് അഫേഴ്സ് 2025 സെപ്റ്റംബർ 12. 2025 സെപ്റ്റംബർ 12. 2025 സെപ്റ്റംബറിൽ നേപ്പാളിൽ നടന്ന ജൻ ഇസഡ് പ്രതിഷേധങ്ങളുടെ പ്രധാന കാരണങ്ങൾ എന്തായിരുന്നു? ഉത്തരം സർക്കാർ സോഷ്യൽ മീഡിയ നിരോധിച്ചതിനാലായിരുന്നു പ്രധാന കാരണം. എന്താണ്? പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. 2025 സെപ്റ്റംബറിൽ നേപ്പാളിൽ നടന്ന ജൻ ഇസഡ് പ്രതിഷേധങ്ങളുടെ പ്രധാന കാരണങ്ങൾ എന്തായിരുന്നു? ഒന്ന്, സർക്കാർ സോഷ്യൽ മീഡിയ നിരോധിച്ചതിനാലായിരുന്നു പ്രധാന കാരണം. മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ രാജ്യലക്ഷ്മി ചിതാകരനെ പ്രതിഷേധക്കാർ വീടിന് തീയിട്ട് കൊന്നു. CIA പിന്തുണയുള്ള പത്രപ്രവർത്തകൻ റാബി ലാമിനെ മോചിപ്പിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ നിരവധി ജയിലുകൾ ഇരച്ചുകയറി 773 തടവുകാരും രക്ഷപ്പെട്ടു. സൂപ്പർ മാർക്കറ്റുകൾ, ആഡംബര ഹോട്ടലുകൾ, ഓട്ടോമൊബൈൽ ഷോറൂമുകൾ, ടെലികോം ഓഫീസുകൾ, ഫാക്ടറികൾ എന്നിവ പ്രതിഷേധക്കാർ കൊള്ളയടിക്കുകയും കത്തിക്കുകയും ഗുരുതരമായി നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. അടുത്ത ചോദ്യം, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ജീവിതകഥ ആസ്പദമാക്കി ദ വിസാർഡ് ഓഫ് ദ ക്രെംലിൻ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം ഒലിവർ അസായസ്. ആരാണ്? ഒലിവർ അസായസ് ആണ് സംവിധായകൻ. ഒന്നുകൂടെ പറയാം, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ജീവിതകഥ ആസ്പദമാക്കി ദ വിസാർഡ് ഓഫ് ദ ക്രെംലിൻ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഒലിവർ അസായസ് ആണ്. സംവിധായകൻ ഒലിവർ അസായസ് ഫ്രാൻസിലെ പ്രശസ്ത ചലച്ചിത്രകാരനാണ്. ഈ ചിത്രം പുടിന്റെ രാഷ്ട്രീയ ജീവിതവും ക്രെംലിന്റെ അന്തർഗത ലോകവും പ്രതിപാദിക്കുന്നു. അടുത്ത ചോദ്യം, ഗോത്ര സമൂഹങ്ങളുടെ സംസ്കാരവും പരമ്പരാഗത അറിവും സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാലയുടെ പേരെന്താണ്? ഉത്തരം ആദി സംസ്കൃതി. ഉത്തരം ആദി സംസ്കൃതി. ഒന്നുകൂടെ പറയാം, ഗോത്ര സമൂഹങ്ങളുടെ സംസ്കാരവും പരമ്പരാഗത അറിവും സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാലയുടെ പേര് ഉത്തരം ആദി സംസ്കൃതി എന്നാണ് പേര്. ഗോത്ര സമൂഹങ്ങളുടെ സംസ്കാരവും പരമ്പരാഗത അറിവും സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബറിൽ വെള്ളപ്പൊക്ക ബാധിതമായ പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ പിന്തുണ നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷന്റെ പേര് ഉത്തരം ഓപ്പറേഷൻ റാഹത്ത്. ഓപ്പറേഷൻ റാഹത്ത്. ഇന്ത്യൻ സൈന്യത്തിന്റെ വെസ്റ്റേൺ കമാൻഡ് ആണ് ഓപ്പറേഷൻ റാഹത്തിന് കീഴിൽ വലിയ തോതിലുള്ള മാനുഷിക സഹായ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം, അടുത്തിടെ പ്രതിരോധ വകുപ്പിനെ യുദ്ധവകുപ്പ് എന്നാക്കിയ രാജ്യം ഏതാണ്? ഉത്തരം USA ആണ്. അടുത്തിടെ പ്രതിരോധ വകുപ്പിനെ യുദ്ധവകുപ്പ് എന്നാക്കിയ രാജ്യം USA ആണ്. യുദ്ധവകുപ്പ് എന്ന പേര് അമേരിക്കൻ ചരിത്രത്തിൽ മുൻപ് തന്നെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് പ്രതിരോധ വകുപ്പായി മാറുകയായിരുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ അടൽ ഇന്നോവേഷൻ സെന്റർ 2025 സെപ്റ്റംബർ 10 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഒന്നുകൂടെ പറയാം, ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ അടൽ ഇന്നോവേഷൻ സെന്റർ 2025 സെപ്റ്റംബർ 10 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം IIT ഡൽഹി അബുദാബി ക്യാമ്പസ്. IIT ഡൽഹി അബുദാബി ക്യാമ്പസിലാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ അടൽ ഇന്നോവേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് ഉദ്ഘാടനം ചെയ്തത്. ഇത് അടൽ ഇന്നോവേഷൻ മിഷൻ AIM അടൽ ഇന്നോവേഷൻ മിഷന്റെ അന്താരാഷ്ട്ര വ്യാപനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചതാണ്. 7ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാവികസേന ഗുരുഗ്രാമിൽ ഏത് തീയതിയിൽ INS ആരാവലി കമ്മീഷൻ ചെയ്യും? ഇന്ത്യൻ നാവികസേന ഗുരുഗ്രാമിൽ ഏത് തീയതിയിലാണ് INS ആരാവലി കമ്മീഷൻ ചെയ്യുന്നത്? ഉത്തരം 2025 സെപ്റ്റംബർ 12. 2025 സെപ്റ്റംബർ 12. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K ത്രിപാഠിയുടെ സാന്നിധ്യത്തിലാണ് INS ആരാവലി കമ്മീഷൻ ചെയ്യുന്നത്. നാവികസേനയുടെ മേധാവിയായ അഡ്മിറൽ ദിനേശ് K ത്രിപാഠിയുടെ സാന്നിധ്യത്തിലാണ് INS ആരാവലി കമ്മീഷൻ ചെയ്യുന്നത്. ആരാവലി റേഞ്ചിന്റെ പേരാണ് ഇന്ത്യൻ നാവികസേനയുടെ ഈ കപ്പലിന്
നൽകിയിരിക്കുന്നത്. ആരാവല്ലി റേഞ്ചിന്റെ പേരാണ് ഇന്ത്യൻ നാവികസേനയുടെ ഈ കപ്പലിന് നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, അടുത്തിടെ റോയൽ ഭൂട്ടാൻ ബുദ്ധക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അടുത്തിടെ റോയൽ ഭൂട്ടാൻ ബുദ്ധക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരം ബീഹാറിലെ രാജ്ഗീറിലാണ്. ഉത്തരം ബീഹാറിലെ രാജ്ഗീറിലാണ് ഉദ്ഘാടനം ചെയ്തത്. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോംഗ്ബെ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോംഗ്ബെയും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും ചേർന്നാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ബീഹാറിലെ രാജ്ഗീറിലാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള സാംസ്കാരികവും നയതന്ത്രപരവുമായ ബന്ധം ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കും. ശ്രീബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതും ഒന്നാം ബുദ്ധമത സമ്മേളനത്തിന് വേദിയായതുമായ ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണ് രാജ്ഗീർ. 9ാമത്തെ ചോദ്യം, 2025 സ്വദേശ് സമ്മാൻ അവാർഡ് നേടിയ കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഉത്തരം KSFE. 2025 സ്വദേശ് സമ്മാൻ അവാർഡ് നേടിയ കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനം KSFE ആണ്. KSFE ഒരു കേരള സർക്കാരിന്റെ പൊതുമേഖലാ ധനകാര്യ സ്ഥാപനമാണ്. 10ാമത്തെ ചോദ്യം, അരുണാചൽ പ്രദേശിലെ വന്യജീവി സർവേയിൽ അടുത്തിടെ ക്യാമറയിൽ പതിഞ്ഞ അപൂർവ ജീവി ഏതാണ്? അരുണാചൽ പ്രദേശിലെ വന്യജീവി സർവേയിൽ അടുത്തിടെ ക്യാമറയിൽ പതിഞ്ഞ അപൂർവ ജീവി ഏതാണ്? ഉത്തരം പല്ലാസ് പൂച്ചയാണ്. പല്ലാസ് ക്യാറ്റ്. അരുണാചൽ പ്രദേശിലെ പല്ലാസ് പൂച്ചയുടെ ആദ്യ ഫോട്ടോഗ്രാഫിക് തെളിവ് ശാസ്ത്രീയ നാമം ഓട്ടോകൊലോബസ് മാനുൽ എന്നാണ്. ഓട്ടോകൊലോബസ് മാനുൽ എന്നാണ് പല്ലാസ് പൂച്ചയുടെ ശാസ്ത്രീയ നാമം. ഏറ്റവും കുറച്ച് പഠിച്ച കാട്ടുപൂച്ചകളിൽ ഒന്നാണ് എന്താണ്? പല്ലാസ് പൂച്ച. പല്ലാസ് പൂച്ചയെ ഒട്ടകപ്പുലി എന്നും വിളിക്കാറുണ്ട്. അടുത്ത ചോദ്യം സെപ്റ്റംബർ 13, 2025 കറണ്ട് അഫയേഴ്സ് ആണ്. ചോദ്യം ഇതാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ SBI അല്ലെ, SBIയുടെ മാനേജിംഗ് ഡയറക്ടറായി രവി രഞ്ജനെ ശുപാർശ ചെയ്തത് ഏത് സ്ഥാപനമാണ്? ഉത്തരം FSIB ആണ് ശുപാർശ ചെയ്തത്. FSIB എന്ന് പറഞ്ഞാൽ എന്താ? ഫിനാൻഷ്യൽ സർവീസസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബ്യൂറോ, FSIB. 2025 നവംബർ 30 വിനയം ടോൺസയുടെ കാലാവധി അവസാനിച്ചതിന് ശേഷം നിലവിൽ ഡെപ്യൂട്ടി MD ആയ രവി രഞ്ജനെ SBIയുടെ അടുത്ത മാനേജിംഗ് ഡയറക്ടറാകാൻ ഫിനാൻഷ്യൽ സർവീസസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്യൂറോ ശുപാർശ ചെയ്തു. ആരാണ്? രവി രഞ്ജനാണ് നിലവിൽ SBIയുടെ മാനേജിംഗ് ഡയറക്ടർ. അടുത്ത ചോദ്യം, അടുത്തിടെ ഉത്തേജക മരുന്ന് ഉപയോഗ കേസിൽ 4 വർഷത്തെ വിലക്ക് ലഭിച്ച അമേരിക്കൻ സ്പ്രിന്റർ ആരാണ്? എന്താണ്? അടുത്തിടെ ഉത്തേജക മരുന്ന് ഉപയോഗ കേസിൽ 4 വർഷത്തെ വിലക്ക് ലഭിച്ച അമേരിക്കൻ സ്പ്രിന്റർ ആരാണ്? എറിയോൺ നൈറ്റൺ. US ആന്റി ഡോപ്പിംഗ് ഏജൻസിയുടെ മുൻ ക്ലിയറൻസിനെതിരെ ലോക അത്ലറ്റിക്സും ലോക ഉത്തേജക വിരുദ്ധ ഏജൻസിയും നൽകിയ അപ്പീലുകൾ CAS ശരിവച്ചതിനെ തുടർന്ന് US സ്പ്രിന്റർ എറിയോൺ നൈറ്റനെ 4 വർഷത്തെ വിലക്ക് ലഭിച്ചു. 2024 മെയ് മാസത്തിൽ മത്സരത്തിന് പുറത്തുള്ള ഒരു പരിശോധനയിൽ അനാബോളിക് സ്റ്റിറോയിഡായ എപ്പിട്രെൻബോളോൺ പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തി. ടോക്കിയോയിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടെ മത്സരിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ എറിയോൺ നൈറ്റനെ വിലക്കി. അടുത്ത ചോദ്യം, CP രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം മഹാരാഷ്ട്രയുടെ ഗവർണറുടെ അധിക ചുമതല ആർക്കാണ് ലഭിച്ചത്? ഒന്നുകൂടെ പറയാം, CP രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം മഹാരാഷ്ട്രയുടെ ഗവർണറുടെ അധിക ചുമതല ആർക്കാണ് ലഭിച്ചത്? ഉത്തരം ആചാര്യ ദേവവ്രത്. CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി ആയതോടെ അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറി. മഹാരാഷ്ട്ര ഗവർണറുടെ അധിക ചുമതല ആചാര്യ ദേവവ്രതിന് നൽകി. ആചാര്യ ദേവവ്രത് നിലവിൽ ഗുജറാത്തിന്റെ ഗവർണറാണ്. ആചാര്യ ദേവവ്രതാണ് ഗുജറാത്തിലെ നിലവിലെ ഗവർണർ. അതിനാൽ അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണറുടെയും ഗുജറാത്ത് ഗവർണറുടെയും ചുമതലകൾ ഒരുമിച്ച് വഹിക്കുന്നു. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബർ 12 മുംബൈയിൽ നിന്ന് ആരംഭിച്ച ചരിത്ര പ്രസിദ്ധമായ മുഴുവൻ വനിതാ നാവികസേന സെയിലിംഗ് പര്യവേഷണമായ സമുദ്ര പ്രദക്ഷിണം ആരാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്? എന്താണ് ചോദ്യം? 2025 സെപ്റ്റംബർ 12 മുംബൈയിൽ നിന്ന് ആരംഭിച്ച ചരിത്ര പ്രസിദ്ധമായ മുഴുവൻ വനിതാ നാവികസേന സെയിലിംഗ് പര്യവേഷണമായ സമുദ്ര പ്രദക്ഷിണ ആരാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്? ഉത്തരം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. മുംബൈയിൽ നിന്ന് ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ 3 വനിതാ നാവികസേന സർവ വനിതാ പ്രദക്ഷിണ കപ്പലോട്ട പര്യവേഷണത്തിന്റെ പേരാണ് സമുദ്ര പ്രദക്ഷിണ എന്നുള്ളത്.
ഇന്ത്യൻ നാവികസേനയുടെ സ്ത്രീ ശാക്തീകരണവും ധൈര്യവും ലോകത്തിനു മുൻപിൽ തെളിയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇന്ത്യയിലെ നാരീശക്തിയെ ലോകത്തിനു മുൻപിൽ ഉയർത്തിക്കാട്ടുന്ന ഒരു ഗ്ലോബൽ മെസ്സേജ് നൽകും. 10 വനിതാ ഓഫീസർമാർ സമുദ്ര പ്രദക്ഷിണ പര്യവേഷണത്തിൽ പങ്കെടുക്കും. അടുത്ത ചോദ്യം, ഇന്ത്യ പങ്കെടുത്ത 4ാമത് കോസ്റ്റ് ഗാർഡ് ഗ്ലോബൽ ഉച്ചകോടി 2025 സെപ്റ്റംബർ 11 മുതൽ 12 വരെ എവിടെയാണ് നടക്കുന്നത്? ഉത്തരം ഇറ്റലിയിലെ റോമിലാണ് നടക്കുന്നത്. ഇന്ത്യ പങ്കെടുത്ത 4ാമത് കോസ്റ്റ് ഗാർഡ് ഗ്ലോബൽ ഉച്ചകോടി 2025 സെപ്റ്റംബർ 11 മുതൽ 12 വരെ എവിടെയാണ് നടന്നത്? ഉത്തരം ഇറ്റലിയിലെ റോമിലാണ് നടന്നത്. ഇറ്റലിയും ജപ്പാനുമാണ് 4ാമത് കോസ്റ്റ് ഗാർഡ് ഗ്ലോബൽ ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിച്ചത്. പരമേഷ് ശിവമണിയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ നിലവിലെ ഡയറക്ടർ ജനറൽ. ഉച്ചകോടിയുടെ ലക്ഷ്യം കടൽ സുരക്ഷ, കടൽ പരിസ്ഥിതി സംരക്ഷണം, സഹകരണ സംവിധാനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ അന്തർദേശീയ സഹകരണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബർ 13 ബൈരാബി സൈരാങ് റെയിൽവേ ലൈൻ ഏത് സംസ്ഥാനത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്? ഒന്നുകൂടെ പറയാം, 2025 സെപ്റ്റംബർ 13 ബൈരാബി സൈരാങ് എന്ന് പറയുന്ന റെയിൽവേ ലൈൻ ഏത് സംസ്ഥാനത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം മിസോറാം. അതിന്റെ ബാക്കി, പുതിയതായി പൂർത്തിയാക്കിയ ബൈരാബിയിൽ നിന്ന് സൈരാങ് റെയിൽവേ ലൈൻ വരെയുള്ള ദൂരം 51.38 കിലോമീറ്റർ ആണ്. ഇത് മിസോറാമിനെ ഇന്ത്യയുടെ റെയിൽവേ മാപ്പിൽ ശക്തമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പദ്ധതിയാണ്. പദ്ധതിയുടെ ലക്ഷ്യം വികസനവും വ്യാപാര ഗതാഗത സൗകര്യവും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, പരിശീലന ആവശ്യങ്ങൾക്കായി പ്രത്യേകമായി ഒരു നൂതന ഡാവിഞ്ചി സർജിക്കൽ റോബോട്ട് സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഏതാണ്? പരിശീലന ആവശ്യങ്ങൾക്കായി പ്രത്യേകമായി ഒരു നൂതന ഡാവിഞ്ചി സർജിക്കൽ റോബോട്ട് സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഏതാണ്? ഉത്തരം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അല്ലെങ്കിൽ എയിംസ്, ന്യൂഡൽഹി. ഡൽഹിയിലെ എയിംസ് അതിന്റെ സ്കിൽസ് ലേണിംഗ് ടെലിമെഡിസിൻ സൗകര്യത്തിൽ ഡാവിഞ്ചി സിസ്റ്റം ഉദ്ഘാടനം ചെയ്തത് 2025 സെപ്റ്റംബർ 12 മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും സർജൻമാർക്കും റോബോട്ടിക് സർജറി പരിശീലനം ലഭ്യമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇന്ത്യയിൽ സർക്കാർ മേഖലയിൽ ആദ്യമായാണ് ഇത്തരമൊരു റോബോട്ടിക് സർജിക്കൽ സംവിധാനം പഠനത്തിനായി സ്ഥാപിക്കുന്നത്. അടുത്ത ചോദ്യം, അഴിമതിക്കെതിരെ പോരാടുന്നതിനായി ലോകത്തിലെ ആദ്യത്തെ AI ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യം ഏതാണ്? ഒന്നുകൂടെ പറയാം, അഴിമതിക്കെതിരെ പോരാടുന്നതിനായി ലോകത്തിലെ ആദ്യത്തെ AI ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യമാണ് അൽബേനിയ. ഏതാണ്? അൽബേനിയ. ഡിയല്ല എന്നാൽ സൂര്യൻ എന്നാണ്. അൽബേനിയയിലെ AI ജനറേറ്റഡ് മന്ത്രിയുടെ പേര് എന്താണ്? ഡിയല്ല എന്നാണ്. അൽബേനിയയിലെ AI ജനറേറ്റഡ് മന്ത്രിയുടെ പേര് ഡിയല്ല എന്നാണ്. ഡിയല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ എന്നാണ് അർത്ഥം. അൽബേനിയയുടെ പ്രധാനമന്ത്രിയായ AD രാമയാണ് ഈ AI ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ചത്. അടുത്ത ചോദ്യം, ദുബായിൽ ആദ്യ വിദേശ ക്യാമ്പസ് ആരംഭിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഏതാണ്? ഉത്തരം IIM അഹമ്മദാബാദ്. ദുബായിൽ ആദ്യ വിദേശ ക്യാമ്പസ് ആരംഭിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഏതാണ്? IIM അഹമ്മദാബാദ് ആണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ ആഗോളവൽക്കരണത്തിലെ ഒരു നാഴികക്കല്ല് അടയാളപ്പെടുത്തിക്കൊണ്ട് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ദുബായിൽ IIM അഹമ്മദാബാദിന്റെ ആദ്യത്തെ വിദേശ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ UAE വിജ്ഞാന ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇതിനെ ആത്മാവിൽ ഇന്ത്യക്കാരൻ, ലോകവീക്ഷണത്തിൽ ഇന്ത്യക്കാരൻ എന്നതിന്റെ പ്രതീകമായി അവതരിപ്പിച്ചു. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ മന്ത്രിയും നിയമസഭാ സ്പീക്കറുമായ വ്യക്തി ആരാണ്? ഉത്തരം PP തങ്കച്ചൻ. ആണ്.